ഗോവയിലെ അക്വാറിസ് ഫൈബർ ഗ്ലാസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ നിർമ്മിക്കപ്പെട്ട പായ് വഞ്ചിക്ക് 17 മീറ്റർ നീളവും 25 മീറ്റർ ഉയരവും 5 മീറ്റർ വീതിയുമുണ്ട്. ജലോപരിതലത്തിൽ നിന്ന് താഴേക്കുള്ള നീളം 2.7 മീറ്റർ. പോളണ്ടിലെ പ്രശസ്തമായ നേവൽ ആർക്കിടെക്ട് കമ്പനിയായ വാൻ ദെ സ്താദ് നൽകിയ ഡിസൈൻ അനുസരിച്ചായിരുന്നു നിർമ്മാണം. ചട്ടക്കൂട്ട് നിർമ്മിക്കാൻ കേരളത്തിൽ നിന്നുള്ള തടിയാണ് ഉപയോഗിച്ചത്. പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച വഞ്ചിയിലെ പായകൾ ദക്ഷിണാഫ്രിക്കയിലെ കേപ്പ് ടൗണിൽ നിന്നും ന്യൂസിലൻഡിൽ നിന്നുമുള്ളവയാണ്. അത്യാധുനിക വാർത്താവിനിമയ സംവിധാനങ്ങളും നാവിഗേഷൻ സിസ്റ്റവും മാദേയിയിലുണ്ട്. ലോകത്തിലെവിടെയും ഹൈസ്പീഡ് ഇന്റർനെറ്റ് കണക്ടിവിറ്റിയും. 2009 ബോട്ട് നാവികസേനയ്ക്ക് കൈമാറി INSV മാദേയി എന്ന് നാമകരണം ചെയ്യപ്പെട്ടു. സാഗർ പരിക്രമ 2. പായ് വഞ്ചിയിൽ കടലിലൂടെ ഒരിടത്തും നിർത്താതെ ലോകം ചുറ്റി വരികയെന്ന ലക്ഷ്യത്തോടെ ഭാരത നാവികസേന രൂപം നൽകിയ പ്രോജക്റ്റാണ് സാഗർ പരിക്രമ. ഭാരതീയ ആചാരമനുസരിച്ച് പുണ്യസ്ഥലങ്ങളിലെ പ്രദക്ഷിണത്തെയാണ് പരിക്രമ എന്ന് വിളിക്കുന്നത്. കടലിലൂടെയുള്ള ഉലക പ്രദക്ഷിണം എന്ന അർത്ഥത്തിലാണ് സാഗർ പരിക്രമ എന്ന് ഈ ഉദ്യമത്തിന് പേര് നൽകിയത്. അഡ്മിറൽ റിട്ടയേർഡ് മനോഹർ അവട്ടിയാണ് ഈ ആശയം ഭാരത നാവികസേനയ്ക്ക് സമർപ്പിച്ചത്. സേന ഈ ആശയം ഏറ്റെടുത്തു. ഇടവേളകളോടെ പ്രയാണം പൂർത്തിയാക്കുകയായിരുന്നു ആദ്യ ലക്ഷ്യം. സാഗർ പരിക്രമ 1 എന്ന ആദ്യ ഉദ്യമത്തിനായി നാവികസേനാ ഉദ്യോഗസ്ഥനായ കമാൻഡർ ദിലീപ് ദോണ്ടെ നിയോഗിക്കപ്പെട്ടു. യാത്രയ്ക്ക് വേണ്ട പായ് വഞ്ചി ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കണമെന്നും നിർദ്ദേശമുണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗോവയിലെ അക്വാറിസ് ഫൈബർ ഗ്ലാസ് കമ്പനിയിൽ പായ് വഞ്ചി നിർമ്മിക്കപ്പെട്ടു. കമാൻഡർ ദിലീപ് ദോണ്ടെയുടെ യാത്ര വിജയകരമായി പൂർത്തിയാക്കിയതിനു ശേഷം ഒരിടത്തും നിർത്താതെ ഒറ്റയ്ക്ക് ലോകസഞ്ചാരം എന്ന ലക്ഷ്യം നാവികസേന മുന്നോട്ട് വെച്ചു. ഇതിന് നേതൃത്വം നൽകാൻ കമാൻഡർ ദിലീപ് ദോണ്ടെയുടെ സഹായിയായിരുന്ന ലഫ്റ്റനന്റ് കമാൻഡർ അഭിലാഷ് ടോമിയുടെ പേര് നിർദ്ദേശിച്ചതും അഡ്മിറൽ അവട്ടിയായിരുന്നു. 2012 നവംബർ 1 മുംബൈയിലെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിന്ന് അഭിലാഷ് ടോമി ആരംഭിച്ച യാത്ര 23,100 നോട്ടിക്കൽ മൈൽ 42,781 കിലോമീറ്റർ കടന്ന് 151 ദിവസം മുംബൈയിൽ തിരികെ എത്തി. പായ്ക്കപ്പലിൽ ഒരിടത്തും നിർത്താതെ ലോകം ചുറ്റിയ ആദ്യ ഇന്ത്യക്കാരനും രണ്ടാമത്തെ ഏഷ്യക്കാരനും എന്ന ബഹുമതി അഭിലാഷ് ടോമിക്ക് നേടിക്കൊടുത്ത് സാഗർ പരിക്രമ 2 അങ്ങനെ ചരിത്രമായി മാറി. 1. തിരമാലകൾ പറഞ്ഞ കഥ. ഞാനും എന്റെ കാമുകിയും ചേർന്ന് ഒരിടത്തും നിർത്താതെ ഒരാളോടും സഹായം ചോദിക്കാതെ കടലിലൂടെ ലോകം ചുറ്റി വന്ന 151 ദിവസങ്ങളുടെ കഥയാണ് ഇത്. എന്റെ കാമുകി മാദേയി എന്നു പേരുള്ള ഒരു പായ് വഞ്ചിയായിരുന്നു. ചരിത്രത്തിലേക്ക് പായ്ക്കപ്പലോടിച്ച പോർച്ചുഗീസുകാർ നൂറ്റാണ്ടുകൾക്ക് മുൻപ് നങ്കൂരമിട്ട ഗോവൻ തീരങ്ങളിലെ മീൻപിടുത്തക്കാരുടെ ഇഷ്ടദേവതയുടെ പേരാണ് മാദേയി. ഞങ്ങൾ ഒന്നിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് പസഫിക്കും അറ്റ്ലാന്റിക്കും കടന്ന് ചരിത്രം തിരയടിക്കുന്ന മുനമ്പുകൾ പിന്നിട്ട് കാറ്റിനും തിരമാലകൾക്കും ഇടയിലൂടെ ഒരിക്കലും പരസ്പരം ഒറ്റയ്ക്കാണെന്ന് തോന്നിപ്പിക്കാതെ കടലും കാലവും ലോകവും ചുറ്റി വന്നു. ഞങ്ങൾക്ക് മുന്നിൽ കൂറ്റൻ തിരമാലകൾ ഉയർത്തി കടൽ പലപ്പോഴും ക്ഷോഭിച്ചു. അപ്പോഴൊക്കെ മാദേയി എന്നോട് ചേർന്ന് നിന്നു. സമചിത്തതയോടെ ആ തിരകളെ നോക്കാൻ അവൾ എനിക്ക് കരുത്തു നൽകി. ഞങ്ങൾ നാവികർ ജലനൗകകളെ അവൾ എന്നാണ് വിളിക്കുക. ഒരു പുരുഷന് മാത്രമാണ് അവളെ നിയന്ത്രിക്കാൻ കഴിയുക എന്നതാണ് അതിനു പിന്നിലെ വിശ്വാസങ്ങളിൽ ഒന്ന്. ജീവിതത്തിൽ എന്ന പോലെ യാത്രയ്ക്കിടെ അപ്രതീക്ഷിതമായി ഉണ്ടായ ചില തിരിച്ചടികൾ ഞങ്ങളെ വല്ലാതുലച്ചു. പക്ഷേ ഒരിക്കൽ പോലും മാദേയിയും ഞാനും പരസ്പരം പരിഭവം പറഞ്ഞില്ല. ഇരുമെയ്യാണെങ്കിലും ഒരു ഹൃദയമായിരുന്നു ഞങ്ങൾ. ഞങ്ങൾക്ക് മാത്രം മനസ്സിലാകുന്ന ഭാഷയിൽ മാദേയി എന്നോടും ഞാൻ അവളോടും സംസാരിച്ചു. ചില നേരങ്ങളിൽ എന്റെ ആത്മസംഘർഷങ്ങൾക്ക് അവളുടെ മടിത്തട്ട് ആശ്വാസത്തിന്റെ തണൽ സ്പർശമായി. കടൽക്ഷോഭത്തിന്റെ മുറിവുകളിൽ മാദേയി വേദനിച്ചപ്പോഴെല്ലാം തുണയായി ഞാനും ഒപ്പമുണ്ടായിരുന്നു. അങ്ങനെ ചരിത്രത്തെയും ചക്രവാളത്തെയും സാക്ഷികളാക്കി വിജയപൂർവ്വം ഞങ്ങൾ ആ യാത്ര പൂർത്തിയാക്കി.
എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയവരുടെ എണ്ണം 6000-ൽ കുറച്ചധികമേ ഉള്ളൂ. എവറസ്റ്റിലേക്കുള്ള വഴിയിൽ യാത്ര അവസാനിപ്പിച്ചവരുടെ എണ്ണം അതിന്റെ ഇരട്ടിയോളം വരും. കടലിലൂടെ ഒരിക്കൽ പോലും യാത്ര നിർത്താതെ ലോകം ചുറ്റി വന്നവർ 100-ലേറെ ഇല്ല. അതിന്റെ ഇരട്ടിയോളം പേർക്ക് പകുതി വഴിയിൽ ഉദ്യമം ഉപേക്ഷിക്കേണ്ടി വന്നു. യാത്രയ്ക്കൊരുങ്ങിയ നേരത്ത് ഞങ്ങൾക്ക് മുന്നിൽ പലരുടെയും തിക്താനുഭവങ്ങൾ തിരയടിച്ചു വന്നു. പക്ഷേ പ്രണയികൾക്ക് മുന്നിൽ അപ്രാപ്യമായി ലോകത്ത് ഒന്നുമില്ലെന്നതാണല്ലോ വാസ്തവം. സാഹസികതയെ ഞങ്ങൾ സ്നേഹപൂർവം സ്വാഗതം ചെയ്തു. മാദേയിയെ ഞാൻ ആദ്യം കാണുന്നത് ഗോവയിൽ വെച്ചാണ്. സുവാരി നദിയുടെ തീരത്തൊരു ജെട്ടിയിൽ ഹാർബറിലേക്ക് മുഖം നോക്കി വിശ്രമിക്കുകയായിരുന്നു അവൾ. ഏതാണ് കൃത്യമായ ദിവസം എന്നോർമ്മയില്ല. 2009 മാർച്ചിലായിരുന്നു അത്. രത്നാകർ ദണ്ഡേക്കർ എന്ന ബോട്ട് നിർമ്മാതാവിന്റെ ആലയിലായിരുന്നു അവളുടെ ജനനം. എനിക്ക് മുൻപ് ലോകസഞ്ചാരത്തിനിറങ്ങിയ നാവികസേനയിലെ എന്റെ സീനിയർ ഓഫീസറും മാർഗദർശിയുമായ കമാൻഡർ ദിലീപ് ദോണ്ടയ്ക്കൊപ്പം യാത്രയ്ക്കുള്ള ഒരുക്കത്തിലായിരുന്നു അവൾ. അന്നു മുതൽ മാദേയിയും ഞാനും ഇഷ്ടക്കാരായി. കമാൻഡർ ദോണ്ടയുടെ യാത്ര ഇടവേളകളുള്ളതായിരുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ കരകളിൽ വെച്ച് ആ ഇടവേളകളിൽ ഞങ്ങൾ വീണ്ടും കണ്ടുമുട്ടി. കടൽ വീഴ്ത്തിയ മുറിപ്പാടുകൾ ഉണക്കി മാദേയിയെ യാത്ര തുടരാൻ സജ്ജയാക്കുകയെന്ന ദൗത്യമായിരുന്നു ഇന്ത്യൻ നാവികസേന എന്നെ ഏൽപ്പിച്ചിരുന്നത്. പിന്നീടാണ് ഒരിടത്തും നിർത്താതെ ലോകം ചുറ്റുകയെന്ന വലിയ ഉത്തരവാദിത്തം ലഭിക്കുന്നത്. അതോടെ പിന്നീടുള്ള നാളുകൾ മാദേയിക്കൊപ്പമായി. യാത്രയിലല്ലാത്തപ്പോഴും ഞാനും മാദേയിയും ഒരുമിച്ചായിരുന്നു. ആ പായ്വഞ്ചിയിലായിരുന്നു എന്റെ താമസം. ഒരു ചെറിയ സ്ക്രൂ മുതൽ കാറ്റിനെ പുണരാൻ കൈവരിച്ചു നിൽക്കുന്ന വലിയ പായകൾ വരെ അഴിക്കാനും മുറുക്കാനും ഞാൻ പഠിച്ചു. അതൊരു ഹൃദയബന്ധമായി വളർന്നു. ആ അടുപ്പം കടൽ യാത്രയിൽ തുണയായി. യാത്ര അവസാനിപ്പിക്കേണ്ടി വരുമെന്ന് തോന്നിച്ച ഘട്ടത്തിൽ പോലും ആശങ്കകൾ വേണ്ടെന്ന് വെച്ച് ധൈര്യസമേതം വിഘ്നങ്ങളെ നേരിടാൻ മാദേയി എന്നെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. കാറ്റുകൊണ്ട് മാത്രം സഞ്ചരിക്കുന്ന ഒരു നൗകയെക്കുറിച്ച് ഒന്ന് ആലോചിക്കൂ. 4 പുറവും കണ്ണത്താ പരപ്പിൽ കടൽ മാത്രം. കൊടുങ്കാറ്റും കൂറ്റൻ തിരകളും എപ്പോൾ വേണമെങ്കിലും മുന്നിൽ വരാം. യുദ്ധഭൂമിയിൽ പാകിയ കുഴിബോംബുകൾ പോലെ മഞ്ഞുകട്ടകൾ നിറഞ്ഞ കടലിലും മാദേയി സുരക്ഷിതയായിരുന്നു. ഒപ്പം ഞാനും. ഉണർന്നിരുന്ന് വഞ്ചി നിയന്ത്രിച്ചിരുന്ന നേരത്തു മാത്രമല്ല, ഞാൻ ഉറങ്ങിയ ചെറിയ ഇടവേളകളിൽ പോലും കടലിലെ അപകട ചുഴികളിൽ ഒരിടത്തും പെടാതെ മാദേയി ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് ഇതൊരു പ്രണയയാത്രയാണെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. പരസ്പരമുള്ള അഗാധവും ഉപാധികളില്ലാത്തതുമായ സ്നേഹം കൊണ്ട് മാത്രമാണ് സാഗർ പരിക്രമ 2 എന്നു പേരിട്ട ഇന്ത്യൻ നാവികസേനയുടെ ഈ ചരിത്രയാത്ര പൂർത്തിയാക്കി വിജയപൂർവം തീരമണയാൻ ഞങ്ങൾക്ക് സാധിച്ചത്. കേവലം 151 ദിവസങ്ങളുടെ യാത്രയായിരുന്നു അതെങ്കിലും അതിനു പിന്നിൽ വർഷങ്ങൾ നീണ്ട തയ്യാറെടുപ്പുണ്ടായിരുന്നു. വീട്ടുകാർ മുതൽ സുഹൃത്തുക്കൾ വരെ ഞങ്ങളുടെ യാത്രയ്ക്ക് പിന്തുണ നൽകിയവർ ഒട്ടേറെ. കടലിലെ ഏകാന്ത യാത്ര എന്നിതിനെ വിളിക്കുന്നത് ശരിയല്ല. കാരണം കര പോലെ തന്നെയാണ് കടലും. സർവനേരവും തിരയടിച്ചാർക്കുന്ന കടലിനേക്കാൾ ഏകാന്തമല്ലേ കിലോമീറ്ററുകൾ പരന്നു കിടക്കുന്ന മരുഭൂമികൾ? കടലിലും ജീവിതമുണ്ട്. കൂറ്റൻ ചിറകുകളുള്ള ആൽബട്രോസ് പക്ഷികൾ മുതൽ സോഷ്യൽ മീഡിയയുടെ കാലത്തും മനുഷ്യനേക്കാൾ നന്നായി ആശയവിനിമയം ചെയ്യുന്ന ഡോൾഫിനുകൾ വരെ എക്കാലവും ആസ്വാദ്യകരമായ ജീവിത നീലിമ കടലിനുണ്ട്. യാത്രക്കിടെ എന്റെ ക്യാമറയിൽ പതിഞ്ഞ് ആ ജീവിതാനുഭവ ചിത്രങ്ങളും ഇതിനൊപ്പമുണ്ട്. ഈ യാത്രയിൽ മാദേയിയും ഞാനും ഒറ്റയ്ക്കല്ല. ഇവിടം മുതൽ നിങ്ങളുമുണ്ട്. 2012 നവംബർ 1 ഗേറ്റ് വേ ഓഫ് ഇന്ത്യ, മുംബൈ. കേരള പിറവി ദിനം ഉച്ചകഴിഞ്ഞ നേരം. കേരളത്തിന്റെ ജന്മദിനത്തിൽ തന്നെ യാത്ര ആരംഭിക്കണമെന്നത് എന്റെ വ്യക്തിപരമായ തീരുമാനമായിരുന്നു. ഇന്ത്യയുടെ കവാടം യാത്ര പറയുകയാണ്. തിരിച്ചെത്തേണ്ടതും ഇവിടേക്ക് തന്നെ. ഒരുക്കങ്ങളെല്ലാമായി കഴിഞ്ഞു. യാത്ര പുറപ്പെടുന്ന നേരത്ത് വികാരാധീനരാവുമെന്നോർത്ത് പല സുഹൃത്തുക്കളും തലേന്നു തന്നെ ആശംസകൾ നേർന്നു മടങ്ങിയിരുന്നു. പക്ഷേ എന്റെ മനസ്സ് അത്ഭുതപ്പെടുത്തുന്ന വിധം ശാന്തമായിരുന്നു. കടൽ പ്രയാണത്തിന് ഒരുങ്ങിയ നേരത്ത് ആദ്യം പരിശീലിച്ചത് യോഗയാണ്. മനസ്സിനെയും ശരീരത്തെയും ഒന്നുപോലെ അടക്കി നിർത്താനും
സംഘർഷങ്ങളുടെ തിരയിൽ ഉലയാതിരിക്കാനും യോഗ നല്ലതാണ്. നാവികസേനയിലെ മുതിർന്ന ഓഫീസർമാർ മുതൽ സുഹൃത്തുക്കൾ വരെ അനേകം പേർ എത്തിയിട്ടുണ്ട്. മാദേയി യാത്ര തുടങ്ങുന്നത് നേരിൽ കാണാനെത്തിയ അപരിചിതരുടെ മുഖത്തുപോലുമുണ്ട് ഏറെക്കാലമായി നാം പരിചിതരല്ലേ എന്ന് വിളിച്ചു പറയുന്ന പുഞ്ചിരി. തലേന്ന് വരെ എന്തൊരു തിരക്കായിരുന്നു. ഓരോ മിനിറ്റിലും സന്ദർശകർ വന്നുകൊണ്ടേയിരുന്നു. ഏറെ പേരുടെ കൈകളിലും സമ്മാനപ്പൊതികൾ ഉണ്ടായിരുന്നു. പുസ്തകങ്ങൾ മുതൽ ഈശ്വര വിഗ്രഹങ്ങൾ വരെ ഒട്ടേറെ സാധനങ്ങൾ. കോട്ടയം നെടുങ്കുന്നത്തെ വീട്ടിൽ നിന്ന് വല്യപ്പച്ചൻ PJ ഫിലിപ്പ് അയച്ചു തന്ന ഉണക്കമീൻ അച്ചാർ വഞ്ചിക്കുള്ളിൽ ഭദ്രമായിരുന്നു. മൈസൂറിലെ ഡിഫൻസ് ഫുഡ് റിസർച്ച് ലബോറട്ടറിയിൽ നിന്നുള്ളവയായിരുന്നു ഭക്ഷണശേഖരത്തിലെ ഭൂരിഭാഗം വിഭവങ്ങളും. സഹോദരൻ അനീഷ് ടോമി ന്യൂസിലൻഡിൽ നിന്ന് അയച്ചു തന്ന പ്രത്യേക വിഭവങ്ങളും ചേർന്നപ്പോൾ ഭക്ഷണം ഒരു പ്രശ്നമാവില്ലെന്ന് ഉറപ്പായിരുന്നു. പ്രത്യേകമായി ഉണക്കിയെടുത്ത പച്ചക്കറികൾ മുതൽ പോപ്കോൺ വരെ പ്രിയപ്പെട്ട വിഭവങ്ങളെല്ലാം റെഡി. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആശംസകൾ പ്രവഹിച്ചുകൊണ്ടേയിരുന്നു. ഫോൺ കോളുകളും മെസ്സേജുകളും ചില നേരങ്ങളിൽ എനിക്ക് ഒറ്റയ്ക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതിലും അധികമായിരുന്നു. ജർമ്മൻ ജയ് ഹിന്ദ്. ഗോവ സന്ദർശിക്കാനെത്തിയ ജർമ്മൻകാരനായ ഒരു പയ്യൻ എന്റെ അരികിൽ വന്നിരുന്നു. കൈകൊണ്ട് നിർമ്മിച്ച ഒരു പോസ്റ്റ് കാർഡ് നീട്ടിക്കൊണ്ട് അവൻ പുഞ്ചിരിച്ചു. യാത്രയിൽ ഈ പോസ്റ്റ് കാർഡും ഞാൻ ഒപ്പം കൊണ്ടുപോകണം. തിരിച്ചെത്തിക്കഴിഞ്ഞ് അവന്റെ വിലാസത്തിൽ തിരിച്ച് അയച്ചു കൊടുക്കണമെന്നും അഭ്യർത്ഥിച്ചു. യാത്ര പറഞ്ഞു പിരിയുന്നേരം അവൻ എന്റെ മുഖത്തേക്ക് നോക്കി വ്യക്തമായ ഭാഷയിൽ പറഞ്ഞു, ജയ് ഹിന്ദ്. എനിക്കൊപ്പം മലേഷ്യ വരെ മാദേയിയിൽ മുൻപ് സഞ്ചരിച്ച വിശാൽ ശർമ്മ അവധിയെടുത്ത് സ്ഥലത്തെത്തിയിരുന്നു. യാത്രയ്ക്ക് മുൻപ് മാദേയിയെ ഒരുക്കുന്നതിന്റെ തിരക്കിലാണ് വിശാൽ. നാവികസേനയിൽ നിന്ന് എന്റെ സഹായത്തിന് നിയോഗിക്കപ്പെട്ട ലീഡിംഗ് സീമാൻ മുഹമ്മദ് ആലം 2 ദിവസമായി ഉറക്കം പോലും കളഞ്ഞ് ജോലി ചെയ്യുന്നു. യാത്രയുടെ ഒരുക്ക നേരത്ത് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹമെന്നാണ് മുഹമ്മദ് ആലത്തെ വിശേഷിപ്പിക്കേണ്ടത്. ഞാനില്ലാത്തപ്പോഴൊക്കെ ആലം ഒറ്റയ്ക്ക് ജോലികൾ ചെയ്തു തീർത്തു. ചെറിയ പ്രശ്നം പോലും അപ്പോൾ തന്നെ തീർക്കുന്നതായിരുന്നു ആ ചെറുപ്പക്കാരന്റെ രീതി. ഒന്നും നാളേക്ക് മാറ്റിവെക്കുന്ന പതിവ് സമുദ്രസഞ്ചാരികൾക്ക് പറഞ്ഞിട്ടുള്ളതല്ലോ. കമാൻഡർ ദിലീപ് ദോണ്ടയെ കാണുമ്പോഴെല്ലാം കൈകളിൽ ഗ്രീസും ചെളിയും പുരണ്ടിരുന്നു. എനിക്ക് മുൻപേ ഉലക സഞ്ചാരത്തിനിറങ്ങിയ നേരത്തു പോലും ദോണ്ടെ ഇത്രയധികം കഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. ബോട്ടിലെ ചെറിയ ജോലികൾ മുതൽ ഒരു മാനേജറുടെ ജോലി വരെ അദ്ദേഹം വിദഗ്ധമായി കൈകാര്യം ചെയ്തു. യാത്രാവഴി തിരഞ്ഞെടുത്തത് മുതലുള്ള കടലാസ് ജോലികൾ ദോണ്ടയുടെ ഉത്തരവാദിത്തമായിരുന്നു. അതെല്ലാം സമയത്തിനകം പൂർത്തിയാക്കിയ അദ്ദേഹം എല്ലാം ഒന്നുകൂടി പരിശോധിച്ച് ഉറപ്പാക്കുന്ന തിരക്കിൽ. മാദേയി നിർമ്മിച്ച ഗോവയിലെ അക്വാറിസ് ഫൈബർ ഗ്ലാസിന്റെ ഉടമ രത്നാകർ ദണ്ഡേക്കർ 5 ദിവസം മുൻപേ സ്ഥലത്തെത്തിയിരുന്നു. ഗോവയിലെ ജോലികളെല്ലാം തൽക്കാലത്തേക്ക് മാറ്റിവെച്ചാണ് രത്നാകർ ഞങ്ങളെ യാത്രയാക്കാൻ എത്തിയത്. കമാൻഡർ ദോണ്ടയുടെ അമ്മ മീര എന്റെ ഒരാഴ്ചത്തെ അധ്വാനമാണ് ലാഭിച്ചത്. പലയിടത്ത് നിന്നായി ലഭിച്ച ഭക്ഷണ സാധനങ്ങളെല്ലാം അവർ പ്രത്യേകമായി പായ്ക്ക് ചെയ്തു. ഓരോ ദിവസവും കഴിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് കൃത്യമായി ചാർട്ട് തയ്യാറാക്കി അതനുസരിച്ചായിരുന്നു പാക്കിംഗ്. ഇതൊരു വൺമാൻ ഷോ അല്ലെന്ന് തുടക്കത്തിലേ പറയേണ്ടിയിരിക്കുന്നു. അനേകരുടെ അധ്വാനവും സമർപ്പണവുമാണ് ഈ യാത്ര യാഥാർത്ഥ്യമാക്കിയത്. ഒറ്റയ്ക്ക് ഒരിടത്തും നിർത്താതെ പായ്ക്കപ്പലിൽ ലോകം ചുറ്റുകയെന്ന ആശയം ആദ്യമായി ഭാരത നാവികസേനയ്ക്ക് സമ്മാനിച്ച അഡ്മിറൽ മനോഹർ അവട്ടി മുതൽ ഡോണിയർ വിമാനത്തിന്റെ പൈലറ്റായി ജോലി ചെയ്തിരുന്ന എന്നെ പായ്വഞ്ചി നിയന്ത്രിക്കാൻ ചുമതലപ്പെടുത്തിയ സേനാധികൃതർ വരെ 1000 പേരുടെ സ്വപ്നങ്ങളിലേക്കാണ് വഞ്ചി ഇറക്കേണ്ടത്. മാദേയി റെഡി. കടക്കണ്ണിൽ കടലൊളിപ്പിച്ച് മാദേയി തിരക്ക് കൂട്ടുന്നത് എനിക്ക് കാണാമായിരുന്നു. ജെട്ടിയിലെ തിരക്കൈകളിൽ ചാഞ്ചാടുന്ന മാദേയി പിന്നിടാനുള്ള സാഗര ദൂരത്തെ ഓർത്ത് ചിരിച്ചുല്ലസിക്കുന്നത് പോലെ തോന്നി. സമയമായി. നാവികസേന പശ്ചിമ മേഖല കമാൻഡിംഗ് മേധാവി വൈസ് അഡ്മിറൽ ശേഖർ സിൻഹ എന്നെ ബൈനോക്കുലേഴ്സ് അണിയിച്ചു. ഔദ്യോഗിക യാത്രയയപ്പ് പൂർത്തിയായി. മാദേയുമൊത്തുള്ള ഗോവൻ ദിനങ്ങളിൽ എന്റെ പ്രിയപ്പെട്ട വിഭവമായിരുന്നു പിസ. മുംബൈ തീരം വിടാൻ ഒരുങ്ങുന്ന നേരത്ത് എനിക്കൊരു പിസ കഴിച്ചാൽ കൊള്ളാമെന്ന് തോന്നി. ഇക്കാര്യം ഞാൻ ആരോടോ പറയുകയും ചെയ്തു. തൊട്ടരികിലുള്ള താജ് ഹോട്ടലിൽ നിന്ന് അധികം വൈകാതെ പിസയും എത്തി. ഇനി യാത്ര പറച്ചിലില്ല. കരയുമായി ബന്ധിപ്പിച്ചിരുന്ന കെട്ടുകൾ അഴിച്ചു. മാദേയി സ്വതന്ത്രയായി. യാത്രാവഴി തുടങ്ങുന്നത് കരയിൽ നിന്ന് കുറച്ചകലെയാണ്.
അവിടെ വരേക്കും എഞ്ചിൻ പ്രവർത്തിപ്പിക്കാം. കരയിൽ കാത്തുനിന്ന് ആരവം മുഴക്കുന്ന എല്ലാവർക്കും നേരെ കൈവീശി. അവരുടെ മറുപടി ആരവം കടലിന്റെ തിരഘോഷത്തേക്കാൾ വലുതായിരുന്നു. സായാഹ്നമാകും തോറും സുന്ദരിയാകുന്ന കടൽ സ്നേഹപൂർവ്വം ഞങ്ങളെ ക്ഷണിക്കുന്നു. പ്രധാന യാത്രാ വഴിയിലെത്തിയതോടെ എഞ്ചിൻ ഓഫാക്കി. പായകൾ തയ്യാറായി. കാറ്റിനെ സ്വാഗതം ചെയ്തെന്ന മട്ടിൽ മാതേയി ഒന്നുലഞ്ഞു. അകമ്പടി നൽകിയ നാവികസേന കപ്പലുകളെയും മറികടന്ന് മീൻപിടുത്ത ബോട്ടുകളുടെ തിരക്കിനെ വെട്ടിച്ച് മാതേയി എന്നെയും കൊണ്ട് മുന്നോട്ട്. 4 വർഷത്തെ ഞങ്ങളുടെ കാത്തിരിപ്പ് ഇതാ യാഥാർത്ഥ്യമായിരിക്കുന്നു. വഴി കാട്ടാൻ സൂര്യൻ, വഴിയൊരുക്കാൻ കാറ്റ്, കടലൊഴുക്ക്. മൊബൈൽ ഫോൺ റേഞ്ചിന് പുറത്ത് കടക്കും മുൻപ് ഞാൻ കൊച്ചിയിലെ വീട്ടിലേക്ക് ഫോൺ ചെയ്തു. അമ്മയാണ് എടുത്തത്. ഇന്നൊരു നല്ല ദിവസമായിരുന്നു. തുടക്കം ഗംഭീരമായി. ഇനി തിരിച്ചു വന്നിട്ട് കാണാം. മറുപുറത്ത് അമ്മ അധികമൊന്നും പറഞ്ഞില്ല. തിരിച്ചു വന്നിട്ട് എന്നോട് സംസാരിക്കാൻ അമ്മയ്ക്ക് ഇഷ്ടം പോലെ സമയം കിട്ടുമല്ലോ. 3 തീരം അകലുന്നു. മുംബൈ തീരം കാഴ്ചയിൽ നിന്ന് അകന്നു കഴിഞ്ഞു. അകക്കടലിലേക്കുള്ള യാത്രയുടെ തുടക്കം ആവേശകരമായിരുന്നു. വരാനിരിക്കുന്ന ദിവസങ്ങൾ കാത്തുവച്ചിരിക്കുന്നത് എന്താണെന്നറിയാനുള്ള ആകാംക്ഷയാണ് ഉള്ളിൽ തിരയടിക്കുന്നത്. കാലാവസ്ഥാ ഗവേഷകർ നീലം കൊടുങ്കാറ്റിനെ കുറിച്ച് നേരത്തെ പ്രവചിച്ചിരുന്നു. നീലത്തിന്റെ വരവിന് മുൻപുള്ള കാറ്റ് പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് ഞങ്ങൾക്കുണ്ടായിരുന്നു. ആ ഉദ്ദേശ്യം ഏറെക്കുറെ സഫലമായി. ഒപ്പം മറ്റൊരു സന്തോഷ വാർത്ത കൂടി. നീലം കൊടുങ്കാറ്റ് വേറൊരു വഴിയിലാണ് വീശുന്നത്. നീലം വഴിമാറിയെങ്കിലും കടലിൽ അത്യാവശ്യം നല്ല കാറ്റുണ്ട്. അതിനാൽ അറബിക്കടൽ ഞങ്ങൾക്ക് മുന്നിൽ എക്സ്പ്രസ് ഹൈവേ പോലെ വിശാലമായി കിടക്കുന്നു. വലിയ തിരകളുമില്ല. നല്ല തുടക്കം. കേപ്പ് ല്യൂവിനിലേക്ക് ഏകാന്ത യാത്രയ്ക്ക് ഞങ്ങൾ പാകപ്പെടുന്നതേ ഉള്ളൂ. പായ്ക്കപ്പൽ യാത്രയ്ക്ക് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ല. എപ്പോഴും വഞ്ചിയുടെ ദിശയിലും കാലാവസ്ഥാ വ്യതിയാനങ്ങളിലും ഒരു കണ്ണുണ്ടാവണം. അതിനാൽ ഉറക്കം ആ വിധത്തിൽ ക്രമീകരിക്കാൻ തീരുമാനിച്ചിരുന്നു. 1/2 മണിക്കൂർ ഉറക്കം, പിന്നെ വഞ്ചി നിയന്ത്രിക്കൽ, ഇടയ്ക്കു ഭക്ഷണം. ഇതായിരുന്നു പദ്ധതി. കാലാവസ്ഥാ കുറിപ്പുകൾ എന്നും രാവിലെ ലാപ്ടോപ്പിൽ ലഭിക്കും. അതനുസരിച്ചാണ് ഓരോ ദിവസത്തെയും യാത്ര തീരുമാനിക്കുക. ഓസ്ട്രേലിയയുടെ ഭാഗമായ കേപ്പ് ല്യൂവിൻ മുനമ്പാണ് ആദ്യ ലക്ഷ്യം. കാറ്റിന്റെ ദിശ അനുസരിച്ച് പായകൾ നിവർത്തുകയും ചുരട്ടി വെക്കുകയുമൊക്കെയാണ് മുഖ്യ ജോലി. അതിൽ പ്രധാന പായ ഉയർത്തുകയും താഴ്ത്തുകയും എന്നത് നിസാരമായ ഒരു കാര്യമാണെന്ന് വിചാരിക്കരുത്. നല്ല ചൂടുള്ള ഒരു പകൽ 100 കിലോഗ്രാം ഭാരമുള്ള ഒരു വസ്തു 7 നില കെട്ടിടത്തിന്റെ മുകളിലേക്ക് കൈകൊണ്ട് ഉയർത്തുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ. തിരകൾക്കിടയിൽ ഉലഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു ബോട്ടിൽ നിന്നാണ് ഈ ജോലി എന്നുകൂടി ചിന്തിക്കണം. മുൻപും ഈ ജോലി ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ സഹായത്തിന് ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമായിരുന്നു. ഏകാന്ത യാത്രയ്ക്ക് പരിശീലനം കിട്ടാൻ ദക്ഷിണാഫ്രിക്കയിലെ ഗുഡ് ഹോപ്പ് മുനമ്പിൽ നിന്ന് ഗോവയിലേക്ക് മാതേയും ഞാനും ഒറ്റയ്ക്ക് സഞ്ചരിച്ചിരുന്നു. അന്ന് പായകൾ ക്രമീകരിക്കുന്നത് ഇത്ര കടുപ്പമുള്ള ഒന്നായി തോന്നിയില്ല. അന്തരീക്ഷത്തിലെ ചൂട് ഇത്രയധികം ഉണ്ടാവാതിരുന്നത് തന്നെ കാരണം. പക്ഷേ ഈ യാത്രയിൽ ഓരോ തവണയും പായ ക്രമീകരിച്ച് കഴിയുമ്പോഴേക്കും അവശനാകുന്നു. കടുത്ത ചൂടാണ് പുറത്ത്. വിയർപ്പിലൂടെ നഷ്ടമാകുന്ന ജലാംശം തിരിച്ചുപിടിക്കാൻ വെള്ളം കുടിക്കുകയെന്ന ഒറ്റ പോംവഴിയേ ഉള്ളൂ. ഓരോ തവണയും ബോട്ടിനകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങും മുൻപ് കഴിക്കാൻ എന്തെങ്കിലും തയ്യാറാക്കി വെക്കാൻ ഞാൻ ശീലിച്ചു. ഇല്ലെങ്കിൽ നീണ്ട ദിവസങ്ങളുള്ള ഈ യാത്രയിൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കും. പുറത്തെ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വെറുതെ കുറെ നേരം കിടക്കാനാണ് തോന്നിക്കുക. ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക എന്നത് ഒട്ടും ആലോചിക്കാൻ കൂടി പറ്റാത്ത അവസ്ഥ. വിശ്രമിച്ച ശേഷം ഭക്ഷണം കഴിക്കാമെന്ന് ചിന്തിക്കുന്നത് ഈ യാത്രയിൽ അപകടമാണ്. കാരണം വിശ്രമം കൂടി കഴിയുന്നതോടെ ശരീരം വീണ്ടും ക്ഷീണിക്കും. ആ നിലയിൽ ഭക്ഷണം കഴിക്കുന്നത് ആരോഗ്യത്തെ ബാധിക്കും. മറ്റാരുടെയും സഹായമില്ലാതെ നീണ്ട നാൾ കടലിൽ കഴിയണമല്ലോ. ആരോഗ്യമില്ലാതായാൽ യാത്ര പകുതി വഴിയിൽ നിലച്ചെന്നിരിക്കും. അതിന് ഞങ്ങൾ ഒരുക്കമല്ലായിരുന്നു. ഓരോ ദിവസവും എന്താണ് കഴിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ചാർട്ട് ഉള്ളതിനാൽ അക്കാര്യത്തിൽ ആശങ്കയില്ല. ഒപ്പം എന്റെ പ്രിയ ഭക്ഷണമായ പോപ്കോണും. പോപ്കോണിന്റെ കാര്യത്തിൽ മാത്രം ഞാൻ ഭക്ഷണ ചാർട്ടിനെ അതിന്റെ പാട്ടിന് വിട്ടു. എനിക്ക് കഴിക്കാൻ തോന്നുമ്പോഴൊക്കെ പോപ്കോൺ എടുത്തു കഴിച്ചു. അറബിക്കടൽ ഞങ്ങളുടെ യാത്രയെ പിന്തുണയ്ക്കുന്നത് പോലെയാണ് തുടക്കത്തിൽ എനിക്ക് തോന്നിയത്. ലോകസഞ്ചാരത്തിനിറങ്ങിയ ഒരു ഇന്ത്യൻ നാവികന് അയാളുടെ ജന്മദേശം പോലെയാണ് ഈ കടൽ. സ്വന്തം മക്കളെ പോലെ കടൽ ഞങ്ങളെയും കാണുന്നുണ്ടെന്നുറപ്പ്.
സമുദ്രങ്ങളുടെ ദേവനായ വരുണൻ നേരിട്ടെത്തി ഞങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ടാവും. ഓർമ്മകളിൽ മുംബൈ. കാഴ്ചയിൽ നിന്ന് മറഞ്ഞെങ്കിലും മുംബൈയിലെ യാത്രയയപ്പ് ചടങ്ങ് ഓർമ്മകളിൽ നിന്ന് അകന്നുപോയിട്ടില്ല. യാത്രയ്ക്കൊരുങ്ങേണ്ട തിരക്കുകൾ ഉള്ളതിനാൽ അവസാനത്തെ ഒരാഴ്ച ശരിക്കും കഷ്ടപ്പെട്ടു പോയി. ഗോവയിൽ നിന്ന് 9 ദിവസം മുൻപാണ് ഞങ്ങൾ മുംബൈയിലെത്തിയത്. ആ ദിവസങ്ങളിൽ പരമാവധി ഉറങ്ങാൻ ലഭിച്ചത് 5 മണിക്കൂർ. പല ദിവസങ്ങളിലും അതിലും കുറച്ച് മാത്രമായിരുന്നു ഉറക്കം. നാഷണൽ ജോഗ്രഫിക് ട്രാവലർ ഇന്ത്യ മാഗസിൻ അവരുടെ നവംബർ ലക്കത്തിൽ ഞങ്ങളുടെ യാത്രയാണ് മുഖ്യ വിഷയമാക്കിയിരുന്നത്. ആ കോപ്പി കിട്ടിയവരിൽ മിക്കവാറും പേരും എന്റെ അടുക്കൽ വന്നു. അവർക്കെല്ലാം ആ മാഗസിനിൽ ഞാൻ ഒപ്പിട്ട് നൽകണം. യാത്രയയപ്പ് ചടങ്ങിലും ഇതായിരുന്നു സ്ഥിതി. ജനക്കൂട്ടത്തിന് നടുവിൽ നിന്നതും ഇപ്പോൾ മാദേയിൽ കടലിൻ നടുക്ക് നിൽക്കുന്നത് ഞാൻ ഒരുപോലെ സങ്കല്പിച്ചു നോക്കി. മുംബൈ തീരത്ത് യാത്രയ്ക്ക് തൊട്ടു മുൻപ് അപരിചിതനായ ഒരാൾ എന്നെ കാണാനെത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ എനിക്ക് തരാനുള്ള ഒരു സമ്മാന പൊതിയും ഉണ്ടായിരുന്നു. മുൻപൊരിക്കലും ഞാൻ അദ്ദേഹത്തെ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. അപരിചിതനായതുകൊണ്ട് അദ്ദേഹത്തിന് സന്ദർശക ഗാലറിയിലേക്ക് പ്രവേശനം ലഭിച്ചതുമില്ല. സുരക്ഷാ വേലിക്ക് പുറത്തുനിന്ന് കൈയെത്തിപ്പിടിച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരു ഓഫീസർക്ക് ആ സമ്മാനപ്പൊതി അദ്ദേഹം കൈമാറി. അതൊരു മാന്ത്രിക വിഗ്രഹമായിരുന്നു. ഈ വിഗ്രഹം ഒപ്പമുണ്ടെങ്കിൽ വിഘ്നങ്ങളും പിശാചിന്റെ ആക്രമണവും ഉണ്ടാവില്ലെന്നാണത്രേ വിശ്വാസം. അപരിചിതനായ എന്നോട് ആ വലിയ മനുഷ്യനുണ്ടായ സ്നേഹം അത്ഭുതപ്പെടുത്താതിരുന്നില്ല. ആ മാന്ത്രിക വിഗ്രഹം ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ട്. തിരിച്ചെത്തുമ്പോൾ അദ്ദേഹത്തെ ഒന്നുകൂടി കാണണമെന്ന് ഒരാഗ്രഹം. കാറ്റില്ലാത്ത അവസ്ഥ അതുവരെ അത്ര കാര്യമായി എടുത്തിരുന്നില്ല. എന്നാൽ ഇപ്പോൾ വന്ന് ഒട്ടും കാറ്റില്ലാതായിരിക്കുന്നു. കടൽ തിരയനക്കമില്ലാതെ ഒരു ഫുട്ബോൾ മൈതാനം പോലെ പരന്നു കിടക്കുകയാണ്. ചെറിയൊരു കാറ്റ് വീശിയാൽ പോലും അതിന്റെ പ്രയോജനമുണ്ടാക്കാൻ പായ നിവർത്തുക എന്നതായി എന്റെ ജോലി. ഏത്രീ പായ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്ത് ഉറക്കം പോലും ഇല്ലാതായി. കഴിഞ്ഞ രാത്രി വളരെ കുറച്ചു മാത്രമാണ് ഉറങ്ങിയത്. മനസ്സിലെ കാറും കോളും. കാറ്റുമരിച്ച കടലിൽ മനസ്സും മരവിച്ചു തുടങ്ങി. കാറ്റുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും വഞ്ചി നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടില്ല. എന്നാൽ മനസ്സിന്റെ കാര്യം അങ്ങനെയല്ല. ഒരിക്കൽ പിടിവിട്ടാൽ പിന്നെ അത് എവിടേക്കാണ് പോവുകയെന്നത് ഒരു പിടിയും ഉണ്ടാവില്ല. മാതേയ്ക്കൊപ്പം മനസ്സിനെയും ലക്ഷ്യത്തിലേക്ക് നയിച്ചേ പറ്റൂ. യാത്ര തുടങ്ങും മുൻപ് പരിശീലിച്ച യോഗ ഈ സമയത്ത് രക്ഷയ്ക്കെത്തി. എല്ലാ ദിവസവും ഉണർന്ന ശേഷം അരമണിക്കൂർ യോഗ ചെയ്താണ് അന്നത്തെ കാര്യങ്ങൾ ആരംഭിക്കുക. ശാംഭവി മഹാമുദ്ര വളരെയേറെ ഗുണം ചെയ്തു. ഒരു കാര്യം തന്നെ മനസ്സിൽ നിരന്തരം ഉരുവിട്ടുകൊണ്ടിരുന്നാൽ മനസ്സ് വേറെ വഴികളിലേക്കും നിരാശയുടെ നിലയില്ലാ കയങ്ങളിലേക്കും പോകുന്നത് തടയാനാവും. 10,000-കണക്കിന് നോട്ടിക്കൽ മൈൽ ഇനിയും സഞ്ചരിക്കേണ്ടവരാണ് ഞങ്ങൾ. മഹാസമുദ്രങ്ങൾ ഇനിയും താണ്ടാനിരിക്കുന്നതേ ഉള്ളൂ. കാറ്റ് കുറഞ്ഞതിന്റെ പേരിൽ ഉണ്ടായ വിഷാദങ്ങളെ കഴുകിക്കളയുക തന്നെ. രാത്രികളെയും പകലുകളെയും വേർതിരിക്കുന്ന സൂര്യൻ ഞങ്ങളുടെ തലയ്ക്ക് മുകളിലൂടെ ഇതിനിടെ പലവട്ടം കടന്നുപോയി. സൂര്യന്റേതും ഒരു ഏകാന്ത പ്രയാണമാണ്. ഒരിടത്തും നിർത്താതെ, ഒരാളുടെയും സഹായമില്ലാതെ യുഗങ്ങളായി അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. 10 ദിവസമായി മറ്റു മനുഷ്യരിൽ നിന്നകന്നിട്ട്. അതൊരു വലിയ കാലയളവായി തോന്നിയില്ല. മാതേയി തിരയനക്കങ്ങളിൽ വളരെ പതിയെ നീങ്ങുന്ന നേരത്ത് ഒന്ന് പെഡിക്യൂർ ചെയ്യണമെന്ന് തോന്നി. കാൽപാദങ്ങൾക്ക് മാത്രമല്ല, മനസ്സിനും അത് സുഖം പകരും. ബോട്ടിന്റെ പിടിയിലിരുന്ന് താഴെ കടൽ ജലത്തിലേക്ക് കാല് നീട്ടി. കടലിന്റെ തണുപ്പ് കാല് മുതൽ മനസ്സുവരെ എത്തി. ഇനിയിപ്പോൾ സങ്കടങ്ങളില്ല. സംഘർഷങ്ങളുമായി വന്ന കൊടുങ്കാറ്റ് മറ്റെങ്ങോ പോയി. മനസ്സ് ശാന്തം. അറബിക്കടൽ വിട പറയുന്നു. 12-ാം ദിവസം ഞങ്ങൾ ഇന്ത്യൻ തീരം വിട്ടു. അറബിക്കടലും ഇവിടെ വെച്ച് യാത്ര പറയുകയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കാണ് ഇനിയുള്ള പ്രയാണം. 4 മഹാസമുദ്രങ്ങളിലൂടെയാണ് ഞങ്ങൾക്ക് സഞ്ചരിക്കേണ്ടത്. അതിൽ ആദ്യത്തെ വൻകടൽ. നാളെ ദീപാവലിയാണ്. കരയിൽ ദീപങ്ങളുടെ ഉത്സവം. ഉത്തരേന്ത്യയിലായിരുന്നു ഇപ്പോഴെങ്കിൽ രാത്രിയെ പകലാക്കി മാറ്റുന്ന പ്രകാശത്തിന്റെ നടുവിലായിരിക്കും നിൽക്കുക. ഈ കടലിൽ ഞങ്ങൾക്ക് വേണ്ടി ദീപാവലി കാഴ്ച ഒരുക്കി മാനത്ത് നക്ഷത്ര വിളക്കുകൾ തെളിഞ്ഞില്ല. പകരം ഒരു മഴയാണ് പെയ്തത്. ആ മഴയിൽ ഞാൻ കുളിച്ചു. ഒരു ബക്കറ്റിൽ കയർ കെട്ടി കടലിലേക്കെറിയും. കിണറ്റിൽ നിന്നെന്ന പോലെ വെള്ളം കോരിയെടുത്ത് ബോട്ടിന്റെ പുറത്തു നിന്ന് കുളിക്കാം. ഏകാന്തമായി ഇത്രയും സന്തോഷത്തോടെ ഇതിനു മുൻപ് ഞാൻ കുളിച്ചിട്ടില്ല. 2 ആഴ്ചക്കിടെ ആദ്യത്തെ കുളിയായിരുന്നു അത്.
ഇത്രയും ദിവസം കുളിക്കാതിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് സംശയിക്കുന്നവരുണ്ടാകാം. കടൽ യാത്രയിൽ കുളി ഒരു നിർബന്ധ ഘടകമല്ല. കടൽക്കാറ്റിലെ ഉപ്പുരസം നമ്മുടെ ശരീരത്തിൽ ഒരു ഫംഗസ് ഇൻഫെക്ഷൻ പോലും വരാതെ നോക്കിക്കൊള്ളും. മഴ തകർത്തു പെയ്തപ്പോൾ മാതേയിക്കും സന്തോഷമായി. മഴ തണുപ്പും കടൽക്കാറ്റും ചേർന്നപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സുഖം. ദീപാവലി ദിവസത്തെ പ്രഭാത ഭക്ഷണം എന്തെങ്കിലും മധുരമുള്ളതായിരിക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. ഡിഫൻസ് ഫുഡ് റിസർച്ച് ലബോറട്ടറിയിൽ നിന്ന് നൽകിയ ഹൽവ തന്നെ തിരഞ്ഞെടുത്തു. രുചിയിൽ സാധാരണ ഹൽവയേക്കാൾ കേമം. കത്തിക്കാൻ കയ്യിൽ പടക്കങ്ങളൊന്നുമില്ല. ലക്ഷ്മി ദേവിയെ വരവേൽക്കാൻ എന്തു ചെയ്യും? മാതേയിയുടെ അടുക്കളയിലെ സ്റ്റൗ കത്തിച്ച് ഞങ്ങൾ ദീപാവലി ആഘോഷിച്ചു. വല്ലഭന് പുല്ലുമായുധം അല്ലാതെന്ത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ചില നേരത്ത് സങ്കടം വരും. നമ്മുടെ കടൽ അത്രമാത്രം മലിനമാണ്. ജനവാസമുള്ള മേഖലയായതിനാലാവും മാലിന്യങ്ങൾ ഇത്രയും അധികം. നമ്മൾക്ക് വേണ്ടാത്തതെല്ലാം കടലിലേക്കാണല്ലോ വലിച്ചെറിയുന്നത്. പലയിടത്തും മലിനജല കുഴലുകൾ കടലിലേക്ക് തുറന്നു വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. വലിയ ബീച്ചുകളുടെ പിന്നാമ്പുറങ്ങളിലേക്ക് ചെന്നാൽ ഞെട്ടിപ്പോകും. അവിടെ കുന്നുകൂടിയ മാലിന്യം ഒരളവ് കഴിയുമ്പോൾ കടലിലേക്ക് തട്ടും. പാവം കടൽ എല്ലാം കൈനീട്ടി വാങ്ങുന്നു. കുറച്ചു കാലം കൂടി കഴിയുമ്പോൾ നമ്മുടെ നാട്ടിലെ പുഴകൾ ഇപ്പോൾ അഴുക്കുചാലുകളായി മാറിയതുപോലെ കടലും മാലിന്യത്തിൽ കലങ്ങിമറിയും. നാവികസേനയിലെ എന്റെ സീനിയർ ഓഫീസറും മലയാളിയുമായ കമഡോർ പ്രകാശ് ജെറൂസലേമിൽ നിന്ന് വന്നപ്പോൾ സമ്മാനിച്ച ക്രൂശിത രൂപം ഒപ്പമുണ്ട്. ഓരോ യാത്രയുടെയും തുടക്കത്തിൽ അത് ഞാൻ മാതേയിയിൽ ഒട്ടിച്ചു വയ്ക്കാറാണ് പതിവ്. കടലിന്റെ കലങ്ങിമറിച്ചിൽ കാണുമ്പോൾ മനസ്സ് തിരിച്ചുപിടിക്കാൻ തടിയിൽ തീർത്ത ആ ക്രൂശിത രൂപത്തിലേക്ക് നോക്കിയാൽ മതി. മാതേയിക്ക് അല്പം വേഗം കൂടിയോ എന്നൊരു സംശയം. ഇത് യാത്രയുടെ 15-ാം ദിവസമാണ്. തൊട്ടടുത്ത ദിവസം ഞങ്ങൾക്കായി ചരിത്രം കാത്തു നിൽക്കുന്നുണ്ട്. ഈ യാത്രയിലെ ആദ്യത്തെ ചരിത്ര സംഭവം. 5. ഭൂമധ്യരേഖയ്ക്ക് അപ്പുറം. ഭൂമിയുടെ നടുവിലൂടെയുള്ള അദൃശ്യവര, ഭൂമധ്യരേഖ മുറിച്ചു കടക്കാൻ ഒരുങ്ങുകയാണ് ഞങ്ങൾ. ഭൂഗോളത്തെ ഉത്തരാർദ്ധഗോളമെന്നും ദക്ഷിണാർദ്ധഗോളമെന്നും അത് രണ്ടായി വേർതിരിക്കുന്നു. കടലിനും കരയ്ക്കും നടുവിലൂടെ മനുഷ്യൻ വരച്ച അദൃശ്യമായ ആ രേഖ നാവികർക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളുടെ സ്ഥായീ രേഖ കൂടിയാണ്. ആദ്യമായി ഭൂമധ്യരേഖ മറികടക്കുന്ന നിമിഷം ഒരു നാവികൻ മഹാസമുദ്രങ്ങളുടെ വിശാലതയിൽ സ്നാനം ചെയ്യപ്പെടുന്നു. നവംബർ 16 ഇന്ത്യൻ സമയം പുലർച്ചെ 5:05 ഞങ്ങൾ ഭൂമധ്യരേഖ പിന്നിട്ടു. ഭൂമധ്യരേഖയിലൂടെ കുറച്ചു നേരം പ്രയാണം നടത്തണമെന്ന് തീരുമാനിച്ചു. മാതേയിയുടെ ദിശ തിരിച്ചു. രേഖയ്ക്ക് സമാന്തരമായി കുറെ നേരം മാതേയി നീങ്ങി. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ മാലദ്വീപിന്റെ ഭാഗത്തുകൂടിയാണ് ഭൂമധ്യരേഖ കടന്നു പോകുന്നത്. തൊട്ടുമുന്നിൽ ഭൂഗോളത്തിന്റെ അങ്ങേക്കര. കരയേക്കാൾ കൂടുതൽ കടൽ ഒഴുകുന്നിടം. രാഷ്ട്രീയ പദപ്രശ്നങ്ങളും യുദ്ധങ്ങളും കുറവ്. ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും അപകടം പിടിച്ച കടലാഴങ്ങൾ ഭൂമിയുടെ ഈ അർദ്ധഗോളങ്ങളിലാണ്. ആ കടൽ അലകൾക്ക് മുകളിലൂടെയാണ് ഇനി സഞ്ചരിക്കേണ്ടത്. മാതേയി 3 വർഷത്തിനിടെ 7ാമത്തെ തവണയാണ് ഭൂമധ്യരേഖ പിന്നിടുന്നത്. ഞാൻ 6ാം തവണയും. 2 വട്ടം നാവികസേനയുടെ പടക്കപ്പലിൽ മാതേയിക്കൊപ്പം ഇത് 4ാം തവണ. ഇത്തരം സന്ദർഭങ്ങളിൽ സർവ്വവ്യാപകമായി നാവികർ പിന്തുടരുന്ന ചില ആചാരങ്ങളിൽ ഒന്ന് അനുഷ്ഠിക്കാൻ നേരമായി. സുഹൃത്ത് സമ്മാനിച്ച മദ്യക്കുപ്പി തുറന്ന് ആചാരമനുസരിച്ച് ഒരു തുള്ളി കടലിനും വരുണദേവനുമായി സമർപ്പിച്ചു. ഒരു തുള്ളി മാതേയിക്ക്, ശേഷിച്ച മദ്യം എനിക്കുള്ളതാണ്. പക്ഷേ ലോകത്ത് എനിക്ക് ആവശ്യമില്ലാത്ത വസ്തുക്കളിൽ ഒന്നാണ് മദ്യമെന്ന് വളരെ മുൻപേ തീരുമാനിച്ചിരുന്നു. അതിനാൽ കുപ്പി അടച്ചുവെച്ചു. തിരികെ എത്തിയ ശേഷം ആർക്കെങ്കിലും സമ്മാനിക്കുകയാണ് പതിവ്. വരുണന്റെ കോടതി. ഞാൻ ആദ്യം ഭൂമധ്യരേഖ മറികടന്നത് 1999 നാവികസേന കേഡറ്റ് ആയിരിക്കെ INS കൃഷ്ണ എന്ന പടക്കപ്പലിൽ ഞങ്ങൾ മഡഗാസ്കറിലേക്കുള്ള യാത്രയിലായിരുന്നു. എല്ലാ രാജ്യങ്ങളിലെ നാവികർക്കും ഭൂമധ്യരേഖ മറികടക്കലുമായി ബന്ധപ്പെട്ട് പ്രത്യേകം ചടങ്ങുകളുണ്ട്. കപ്പലിന്റെ കമാൻഡിംഗ് ഓഫീസറെ കേഡറ്റുകളെല്ലാം ചേർന്ന് അറസ്റ്റ് ചെയ്ത് വരുണദേവന്റെ കോടതിക്ക് മുന്നിൽ ഹാജരാക്കുന്നതോടെയാണ് ഇന്ത്യൻ നാവികസേനയിലെ ചടങ്ങുകൾ തുടങ്ങുന്നത്. വരുണദേവനായി കേഡറ്റുകളിൽ ഒരാൾ വേഷം മാറിയിട്ടുണ്ടാവും. തുടർന്ന് വിസ്താരം ആരംഭിക്കും. കമാൻഡിംഗ് ഓഫീസർ മുതൽ കപ്പലിലുള്ള എല്ലാ ഓഫീസർമാരെയും വിസ്തരിക്കും. തുടർന്നാണ് ശിക്ഷാവിധി. രസകരമായ പല ശിക്ഷാവിധികളുമുണ്ട്.
കടൽ വെള്ളത്തിൽ സുഗന്ധവ്യഞ്ജനങ്ങൾ അടക്കം കൂട്ടിക്കലർത്തിയ സോമരസം എന്നറിയപ്പെടുന്ന പാനീയം കുടിക്കാൻ നൽകുന്നതാണ് അതിലൊന്ന്. കടലിലെ വിവിധ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ നാവികർക്ക് പരിശീലനം നൽകുന്നതിന്റെ ഭാഗമായാണ് ഈ ആഘോഷ ചടങ്ങും. വിദേശ രാജ്യങ്ങളിലെ നാവികർക്ക്, പ്രത്യേകിച്ചും യൂറോപ്യന്മാർക്ക്, ഇത് നെപ്റ്റ്യൂണിന്റെ കോടതിയാണ്. പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മുടെ ആഘോഷത്തിന് വരുണദേവന്റെ കോടതി എന്ന് പേരുമാറ്റിയത്. സമുദ്രങ്ങൾ കാക്കാൻ നമുക്കൊരു ദേവനുള്ളപ്പോൾ അദ്ദേഹത്തിന്റെ കോടതിയിൽ തന്നെ ആവട്ടെ ഒരു ഇന്ത്യൻ നാവികന്റെ ജ്ഞാനസ്നാനമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. ചടങ്ങുകൾക്കൊടുവിൽ എല്ലാ കേഡറ്റുകൾക്കും സർട്ടിഫിക്കറ്റ് ലഭിക്കും. എനിക്ക് ലഭിച്ച സർട്ടിഫിക്കറ്റിന്റെ ഉള്ളടക്കം ഇതിനൊപ്പമുണ്ട്. ക്രോസിംഗ് ദ ലൈൻ. Whereas by our royal concession, we decree that our trusty and well-beloved cadet Abhilash Tomi has this day entered our domain and has been rightly and duly initiated with all form and ceremony as our subjects on board Indian naval ship Krishna. We do hereby charges all sharks, whales, eels, dolphins, gollywogs, pollywogs, etc. to abstain from eating, playing with or otherwise maltreating his person. And we further direct all sailors, mariners, soldiers, globetrotters and landlubbers who have not crossed the equator of our royal domain to treat him with respect due to one of our royal subjects. Given at our court on the equator this 16th day of October 1999 in longitude 64 degrees east in the presence of Lord Varuna, signed commanding officer. എരിവെയിലിൽ കാറ്റിന്റെ വറച്ചട്ടിയിൽ. കഥ മാറി. കാറ്റ് കനത്തിൽ വീശാൻ തുടങ്ങി. നല്ല ഒഴുക്കുമുണ്ട്. കേപ്പ് ലൂവിൻ മുനമ്പിലേക്കുള്ള പ്രയാണം ഇനി പ്രയാസകരമാവില്ല. കാറ്റില്ലാത്ത അവസ്ഥയ്ക്ക് മാറ്റം വന്നതോടെ മുഴുവൻ സമയവും മാതേയിയെ ശ്രദ്ധിക്കണമെന്നായി. പല ഭാഗത്തു നിന്നും കാറ്റ് വരും. അതിൽ നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ സ്വീകരിക്കാവൂ. അതനുസരിച്ച് പായകൾ ക്രമീകരിക്കണം, അല്ലെങ്കിൽ യാത്രാ വഴി തെറ്റിപ്പോകും. വഴി തെറ്റിയാൽ ലക്ഷ്യത്തിലേക്ക് കൂടുതൽ ദൂരം യാത്ര വേണ്ടിവരും. ഏകാന്ത യാത്രയ്ക്ക് തന്നെ അത് തിരിച്ചടിയായെന്നും വരാം. അതിനാൽ മുഴുവൻ സമയവും കാറ്റിലേക്കും ദിശാസൂചിയിലേക്കും കണ്ണുവച്ചിരിക്കാൻ മനസ്സിനെ ഒരുക്കി. ഈ നില തുടരുകയാണെങ്കിൽ ഡിസംബറിന്റെ തുടക്കത്തിൽ തന്നെ കേപ്പ് ലൂവിൻ മുനമ്പ് മറികടക്കാൻ സാധിക്കും. ശരാശരി 170-190 നോട്ടിക്കൽ മൈൽ ദൂരം ഓരോ ദിവസവും പിന്നിടാൻ പറ്റുന്നുണ്ട്. 150 നോട്ടിക്കൽ മൈലാണ് യാത്രയുടെ പ്രതിദിന ശരാശരിയായി തീരുമാനിച്ചിരുന്നത്. ഇതിപ്പോൾ അതിലും കൂടുതലാണ്. കുറെ ദിവസങ്ങളിൽ കാറ്റില്ലാതെ നഷ്ടപ്പെട്ട യാത്രാ ദൂരം ഈ പോക്ക് പോയാൽ തിരിച്ചു പിടിക്കാം. എന്നാൽ ചൂടിന് മാത്രം ഒരു കുറവുമില്ല. 35 മുതൽ 40 വരെ ഡിഗ്രിയാണ് ചൂട്. ഇടയ്ക്ക് തുള്ളി തുള്ളിയായി കുറച്ച് മഴ പൊടിക്കും. എരിതീയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെയാണത്. നന്നായി വിയർക്കുന്നുണ്ട്. ശരീരത്തിൽ ജലാംശം നഷ്ടപ്പെടുന്നതനുസരിച്ച് വെള്ളം കുടിക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രം കാര്യമില്ല, അടുത്ത കുളിക്ക് സമയമായി തുടങ്ങിയെന്ന് മനസ്സ് പറഞ്ഞു. ബീഡിയുണ്ടോ തീപ്പെട്ടി എടുക്കാൻ? അകലെ ഒരു ബോട്ട് ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോഴാണ്.